എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണതേ ഒരു പഴമയുടെ രുചിയാണ്. പഴമയുടെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്കൊക്കെ ഒരുപക്ഷെ അത് ഷാപ്പിലെ രുചികളിൽ ഒതുങ്ങിപ്പോയിട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാലും എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എന്താണെന്നറിയോ? മത്തിയും കപ്പയും. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ഞാനത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലിടാം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ? വളരെ പെട്ടെന്ന് നമുക്ക് മത്തിയും കപ്പയും തയ്യാറാക്കിയാലോ? ഗൈസ്, അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കൊള്ളി ചെത്തി കഴുകി എടുത്തിട്ടുണ്ട്. ചാളയും നന്നാക്കി വെച്ചിട്ടുണ്ട്. 1/2 കിലോ കൊള്ളിയും 1/2 കിലോ ചാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ടൊരു 10-20 ചുവന്നുള്ളി, ഒരു 4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ കപ്പ ആദ്യം വേവിച്ചെടുക്കാം. അപ്പോൾ അതിലോട്ട് ഞാനൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കുക്കറിൽ ചേർത്ത് നമുക്ക് അടപ്പത്ത് വയ്ക്കാം. ഒരു 2 വിസിലുകൊണ്ട് നമുക്കത് വെന്ത് കിട്ടും. ആ നേരം കൊണ്ട് നമുക്ക് മൺചട്ടി അടപ്പത്ത് വയ്ക്കാം. മൺചട്ടിയുടെ വെള്ളം വറ്റുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ചതച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ, അതായത് അതിൽ ഇങ്ങനെ കുഞ്ഞു പോളങ്ങൾ വന്ന് ആ പോളങ്ങളൊക്കെ പൊട്ടിപ്പോയാലാണ് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി എന്ന് പറയുക. അപ്പോൾ വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ഈ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല പോലെ അങ്ങോട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നല്ല പോലെ വഴന്ന് വന്നതിന് ശേഷം വേണം നമ്മളിതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഉള്ളി ഇതേ നല്ല പോലെ മൂത്ത് വന്നു. ഇനി നമുക്ക് ഈ പൊടികളൊന്ന് നന്നായി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ വഴറ്റിയെടുക്കണേ. എന്നാലാണ് കറിക്ക് നല്ല കളറും ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. നമുക്ക് നല്ല പോലെ വഴറ്റിയെടുക്കാം. ഇത് വഴന്നു വന്നതിന് ശേഷം ഇവിടെ പുളി കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ട് ഞാനിവിടെ ഒരു 5-6 കുടംപുളി ഇട്ടിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. പുളി അധികം ആവശ്യമില്ലാത്തവരാണെങ്കിൽ ഒരു കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ടിട്ട് ചേർത്താൽ മതി. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1 ഗ്ലാസും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് നമ്മുടെ ചാള ചേർത്ത് കൊടുക്കാം. ഉപ്പ് 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചാള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. ചാള നല്ലപോലെ വെന്ത് വരുമ്പോൾ ആ വെള്ളം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1 കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് തന്നെ ഉപ്പ് പാകമാണോ നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൊള്ളിയിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് മീനിലേക്കുള്ള ഉപ്പ് ഓക്കെ ആണോ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 1/2 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്തായിരുന്നു. ഇപ്പോൾ മീനൊക്കെ നല്ല വെന്ത് വന്നപ്പോൾ നമ്മുടെ കൊള്ളി വേവിച്ചത് ഇതിലോട്ട് ചേർത്തു. ഇനി നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്യാം. നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു മൂടി വയ്ക്കാം. ഇപ്പോൾ ഇത് നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ടൊരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുത്തു. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1-2 കതിരെ പച്ചവേപ്പില ഒന്ന് ഞെരടിയിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാവേ.
ഇപ്പം നമ്മുടെ കൊള്ളിയും ചാളയും സെറ്റായി സംഭവം. അതിൽ കിടന്ന ആ കൊള്ളിയൊക്കെ നന്നായി തിളച്ച് ആ മിളകും പുളിയും എല്ലാം കൊള്ളിയിലോട്ടും കയറി നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാറായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊള്ളിയും ചാളയും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.